പ്രിയമുള്ളവരെ, ഇന്ന രാഗത്തിന് ഇന്ന ഭാവം, ഒരു രാഗത്തിന് ഒരു ഭാവം, മറ്റൊരു രാഗത്തിന് വേറൊരു ഭാവം എന്ന നമ്മുടെ സങ്കല്പത്തെ അടിമുടി പൊളിച്ചെഴുതുന്ന പാട്ടുവഴിയാണ് ആശാൻ്റെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് തുടങ്ങാം. നീചത്വം വിട്ടൗചിത്യം ഞാൻ ആശുത്വം പൂണ്ടാചരിപ്പൻ. നളചരിതം കാട്ടാളിൻ്റെ പദമാണ്. ഇതിൽ നടപ്പ് വഴി അഹന്തദയാ സിന്ധു നീ എന്നെ അപഹായയാസി കഥം. പുന്നകാരവളിലാണ് പാടുന്നത്. ഗംഗാരാശാൻ ഒരു സ്റ്റേജിൽ അഹന്തദയാ സിന്ധു നീ എന്നെ അപഹായയാസി കഥം മോഹനവൻ പ്രവാഹത്തിൽ വീണു ഞാൻ മുഹുറബി മുഴുമാറായിദാനേ. ഇങ്ങനെ ഈ രാഗത്തിൽ പാടിയിട്ട് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന രാഗത്തിൽ ഇന്ന ഭാവം എന്നത് കംപ്ലീറ്റ് പൊളിച്ചെഴുതിയ ആശാനെക്കുറിച്ച് ധാരാളം സംസാരിക്കാനുണ്ട്. ആദ്യമായി ശ്രീ പത്തിയൂർ ശങ്കരൻകുട്ടിയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗംഗാധരാശാൻ്റെ ബാണിയെക്കുറിച്ച് കഴിഞ്ഞ ആശാൻ്റെ അനുസ്മരണത്തിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ അത് പറഞ്ഞതാണ്. ആശാൻ്റെ സംഗീതം എന്താണെന്നുള്ളത് അത് ഗമകപ്രധാനമാണ്. ഇപ്പം ഇവിടെ ബാബു പറഞ്ഞ പോലെ ആശാൻ ഇന്ന രാഗം ഒരു കണക്ക് കൂട്ടി വന്ന് പാടുന്ന ഒരു സ്വഭാവം ആശാനുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഇവിടെ ഈ ദർബാറിൻ്റെ കാര്യം പറഞ്ഞു. എവിടെയാണ് ഈ ദർബാർ പ്രയോഗിക്കേണ്ടതെന്ന് അങ്ങനൊരു കണക്കുകൂട്ടലൊന്നുമില്ല. പക്ഷേ അരങ്ങത്ത് വന്നു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ ഒരു ഈണം ഉണ്ടാകുകയും അപ്പോൾ അത് പാടുകയാണ്. അത് ദർബാറാണോ അതല്ല ഇനി ആഭേരിയാണോ അതല്ല ഭാഗശ്രീയാണോ അതൊന്നും ഉദ്ദേശിച്ചില്ല. അത് പാടി ഒരു 2 വരി കഴിയുമ്പോഴാണ് ശരിക്കും ആ ഒരു ലൈനിലേക്ക് ആശാൻ വീഴുന്നത്. വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്തും എങ്ങും നിൽക്കുകയില്ല. അതാണ് ആശാൻ്റെ ഒരു സംഗീത വഴിയുടെ പ്രത്യേകത. രാഗമാറ്റങ്ങളൊക്കെ ഏകദേശം കൂടുതലും കഥകളി സംഗീതത്തിൽ കൊണ്ടുവന്നത് ഗംഗാധരനാശാനാണ്. ഗംഗാധരനാശാനും ഹരിദാസേട്ടനും കൂടാണ് ഏറ്റവും കൂടുതൽ രാഗമാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ആശാൻ കൊണ്ടുവന്ന പാടുന്ന രാഗങ്ങളൊന്നും ഈ പറഞ്ഞ പോലെയാണ് മുന്നേ കൂട്ടി കരുതി വെച്ചൊന്ന് പാടുന്നതേ അല്ല. ആ സന്ദർഭത്തിൽ തോന്നുന്ന ഒരു ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തായിരിക്കും. ഇപ്പം ഈ ദർബാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബാബു പറഞ്ഞ പോലെ ഈ കർണശബ്ദത്തിലൊരു പദമുണ്ട്, ദാനാർത്ഥിക്കോ നീ മന്ദാരവുമല്ലോ. നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഞങ്ങളൊന്നും പാടിയാൽ ആ ഭാവം അവിടെ ഉണ്ടാവുമെന്ന് തോന്നില്ല. ആ സന്ദർഭത്തിന് പറ്റിയ രാഗമേ അല്ല ഒരു പക്ഷേ ഈ ദർബാർ അല്ലേ. നമ്മളൊക്കെ പാടുമ്പോൾ ആ ആശാൻ പാടുന്ന ആ ഒരു ഭാവം അവിടെ ആ ദർബാറിന് ഞങ്ങൾ പാടിയാൽ കിട്ടുന്നിരിക്കില്ല. അങ്ങനെ അതാണ് ആശാൻ്റെ ഒരു സംഗീത വഴി. നമുക്ക് വളരെ സമയം കുറവാണ്. കഴിഞ്ഞ കൊല്ലം കുറച്ച് ഞാൻ പറഞ്ഞതാണ്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ചർച്ച വരുമ്പോൾ നമുക്കത് സംസാരിച്ചുകൊണ്ടിരിക്കാം. ആശാൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ആശാൻ്റെ കൂടെ പാടിയ അനുഭവങ്ങളും ആശാൻ്റെ സംഗീത വഴികളെക്കുറിച്ചുമൊക്കെ
ഇനി മധു കുറച്ച് പറയാം. ബാലേന്ദ്രൻ ആശാൻ്റെ ശിഷ്യനും ആശാൻ്റെ കൂടെ ഒരുപാട് പാടിയിട്ടുമുള്ള ഒരാളാണ് ബാലേന്ദ്രൻ. ബാലേന്ദ്രനിലേക്ക് ഞാൻ കൊടുക്കും. ഞാൻ ആശാൻ്റെ കൂടെ അനവധി പാടിയിട്ടുണ്ട്. പക്ഷേ ആശാൻ്റെ കൂടെ പാടുന്ന ആൾ ഇങ്ങനെ പരുങ്ങലോട് കൂടെ നിന്നാൽ ആശാൻ ഒട്ടും ഇഷ്ടമല്ല. ആശാൻ പാടുമ്പം നമ്മൾ ആശാൻ്റെ കൂടെ തലയാട്ടി അത് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പം ആശാൻ ഒരു പ്രത്യേക പവറാണ് അവിടെ ഉണ്ടാകുന്നത്. ആശാൻ അത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. പി ഡി ചേട്ടനും ആശാനും ഗംഗാധരനാശാനും കൂടെ പാടുമ്പം പി ഡി ചേട്ടൻ ആ മുഖത്തേക്ക് നോക്കി തന്നെ പാടുകയുള്ളൂ. എന്നിട്ട് തലയാട്ടിക്കൊണ്ട് രണ്ടുപേരും അന്നേരത്തിനും ആശാനൊരു പ്രത്യേക ഒരു എനർജിയാണ് ഉണ്ടാകുന്നത്. ഇവരിപ്പം ദർബാർ പാടി, അതിൽ തന്നെ സാവേരി രാഗത്തിലാണ് കുരുക്കളുടെ മകുടെ എന്നുള്ളൊരു പദം പാടുന്നത്. അത് ആശാൻ കുരുക്കളുടെ മകുടെ സ്ഫുരിക്കും രത്നമേ നീ കുരുക്കളുടെ മകുടെ സ്ഫുരിക്കും രത്നമേ നീ ഇകം വസിക്ക ചിരം എന്നോടു കൂടെ രമിക്ക ചലിക്കും നളിനി ദളമധ്യേ ലസിക്കും ജലബിന്ദു പോലെ വിലസുന്നൊരു നര ജന്മനി നല്ലൊരു സുഖമെന്നതു സുഹൃതാസഖമറു. ഇത് സാധാരണ സാവേരിയിലാണ് പാടുന്നത്. പെട്ടെന്ന് ആശാൻ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടുവരും. പറഞ്ഞ് എങ്ങനെയാണെന്നറിയത്തില്ല. ആശാന് ഒരു തവണ അതേപോലെ തന്നെ കല്യാണി കുലമൗലെ ആശാന് ഞാനും കൂടെ പാടുക ഇരിങ്ങാലക്കുടെ ഇതിൻ്റെ പരിപാടിക്ക്. അന്ന് ആശാന് ഹുസൈനിയിൽ ഇത് പാടി, ഈ കല്യാണി കുലമൗലെ. എന്നിട്ട് ആശാൻ എന്നോട് വന്ന് ചോദിച്ചു, എടാ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതാ നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ഇത് കുട്ടപ്പക്കുറുപ്പ് പാടുന്നതാണ്. അതുപോലെ തന്നെ ആശാന് ഒരു തവണ ഒരു ഹരിചന്ദ്രഗീതം, അന്നേരം ആശാൻ്റെ മനസ്സിനെ ഞാൻ ഓർക്കുക. ഹരിചന്ദ്രഗീതം പാടാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ട് ആശാൻ്റെ കൂടെ. ആശാൻ ഇതാ ഈ ഹരിചന്ദ്രഗീതം ആരാ പഠിപ്പിച്ചു തന്നതെന്നറിയാമോ? ഇല്ല, ഇതെന്നെ സുരേന്ദ്രൻ പഠിപ്പിച്ചതാണ്. ആശാൻ്റെ ശിഷ്യനാണ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ. കാരണം ആശാൻ്റെ മനസ്സാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആശാൻ പറയുക, എടാ അവനെ എനിക്ക് പറഞ്ഞു തന്നതാ എന്ന്. എനിക്ക് അനവധി ആശാൻ്റെ കൂടെ പാടാൻ സാധിച്ചതിൽ ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. ഞാനിവിടെ മാറിക്കൊടുക്കാം. ഇതാ അടുത്തത് കോട്ടക്കൽ മധു ആശാനുമായിട്ടുള്ള അരങ്ങ് അനുഭവങ്ങളെ കുറിച്ച് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഈ കഥകളി സംഗീതത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നതും ആ ഒരു കാലഘട്ടം നല്ലൊരു കാലഘട്ടമായിരുന്നു. കാരണം ഞാൻ കോട്ടക്കൽ ചേരുന്ന സമയത്ത് ഉണ്ണീകൃഷ്ണക്കുറുപ്പ് ആശാനായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ആശാൻ വിരത്തക്കൊല്ല പോയി, നമ്പീശനാശാൻ വന്നു. നമ്പീശനാശാൻ്റെ കീഴിലൊരു 3-4 വർഷം കഥകളി സംഗീതം പഠിപ്പിക്കണം. അപ്പോൾ അവരുടെ രണ്ടാളിലും ഏറ്റവും അവസാനത്തെ ശിഷ്യനാണ് ഞാൻ. പക്ഷേ അരങ്ങേറ്റം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ആശാന് ഒരുപാട് ശിഷ്യ സമ്പത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം കലാമണ്ഡലത്തിൽ ആശാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഗംഗാരാശാൻ മുതലുള്ള എല്ലാ കഥകളിപ്പാട്ടുകാരും നമ്പീശനാശാൻ്റെ ശിഷ്യന്മാരാണ്. അവരുടെയൊക്കെ കൂടെ പാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഞാൻ 6-7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗംഗാധരാശാനെ ആദ്യമായിട്ട് കാണുന്നത്. കോട്ടക്കൽ ഉത്സവ കളിക്ക് അദ്ദേഹത്തിനെ കളിക്ക് പാടാൻ വേണ്ടി ക്ഷണിച്ചു.
അപ്പം അതാ ഒരു പരീക്ഷണം കൂടിയായിരുന്നു ആ കഥകളി. നമ്പീശനാശാൻ നമ്മളെല്ലാവരെയും വിട്ടുപോയ ആ സമയത്ത് കോട്ടയ്ക്കൽ ഗംഗാധരാശാനെ കൊണ്ടുവരണോ എന്നുള്ള ഒരാലോചന വന്നിരുന്നു. അങ്ങനെയാണ് ഗംഗാധരാശാനെ ഒരുപാട് കൊല്ലത്തിന് ശേഷം കോട്ടയ്ക്കൽ ഉത്സവത്തിന് വിളിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ PG രാധാകൃഷ്ണേട്ടനാണ് ലളിത കിർമിരോധൻ ലളിതയിരുന്നു. അത് അപാരമായിട്ട് പാടി, അസലായിട്ട് പാടി. കഥകളി സംഗീതം ആസ്വദിക്കുന്ന അന്നത്തെ അവിടെ വന്ന എല്ലാവർക്കും ഗംഗാധരാശാൻ്റെ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനറിയില്ല. ഞാനന്ന് അവിടെ പഠിക്കുന്ന കാലമായിരുന്നു. ഗംഗാധരാശാനെ കോട്ടയ്ക്കൽ എടുത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ ഒരുപാട് വേദി എന്ന് ഞാൻ പറയണില്ല, കുറച്ചൊക്കെ വേദികളിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്നത് എഴക്കാട് കുന്നപ്പുള്ളിക്കാവിൽ കലാമണ്ഡലം ട്രൂപ്പിൻ്റെ കളി, എൻ്റെ അടുത്ത സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ അന്നൊരു പാട്ടുകാരനൊന്നുമില്ല, എനിക്ക് പദം കൂടി അറിയില്ല. പക്ഷേ അദ്ദേഹം അരങ്ങത്ത് വന്ന് പാടുന്ന സമയത്ത് എന്നെയും കൂട്ടിയ നളചരിതം 3-ാം ദിവസം മുഴുവനായിട്ട് ഞങ്ങളാണ് പാടിയത്. അതെനിക്ക് വലിയൊരു അനുഭവമായിട്ട് തോന്നി. അങ്ങനെ ഗംഗാധരാശാൻ്റെ ഒരുപാട് കളിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഹരിശ്ചന്ദ്രൻ സുരേന്ദ്രേട്ടനും ഗംഗാധരാശാനും ഞാനും കൂടി ഉണ്ടായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ ചരിതം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിന് ശ്വാസം എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. ശരിക്കും 56 അക്ഷരകാലത്തിൽ സലജോഹം പോലുള്ള പദങ്ങൾ ഒരൊറ്റ ശ്വാസത്തിൽ അദ്ദേഹത്തിന് പാടാനുള്ള കഴിവുണ്ടായിരുന്നു. ഞാനൊക്കെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പാടുകയാണെങ്കിൽ ഞാൻ 4 പ്രാവശ്യമെങ്കിലും അന്ന് ശ്വാസം എടുത്തിട്ടാണ് പാടിയിരുന്നത്. ഗംഗാധരാശാൻ അത് അവിടെ നിന്ന് അങ്ങോട്ട് സലജോഹം തുടങ്ങിയാൽ ആ ഒരു 56 അക്ഷരകാലം മുഴുവനെ ഒരു ശ്വാസത്തിൽ പാടിക്കൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുക. അതേപോലെ പിന്നെ മറ്റൊരാളെ ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള പരമേശ്വരൻ നമ്പൂതിരിയാശാനാണ്. അപ്പം ഞാൻ ഇതൊക്കെ നോക്കി നിന്നുണ്ട്. ഗംഗാധരാശാൻ ഇങ്ങനെ പാടുമ്പോൾ നമ്മളത് വളരെ കൗതുകത്തോടു കൂടി ആശ്ചര്യത്തോടു കൂടിയിട്ടും ഞാൻ നോക്കി നിന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പാടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പാടിയ സംഗതികൾ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഉപയോഗിച്ച സംഗീതം നമ്മൾ എടുത്ത് അദ്ദേഹത്തിന് അത് പാടിക്കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രതീതി, ഒരു ചിരിയും. അല്ലാതെ പലരെയും ചീത്ത പറഞ്ഞ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആ പാടിത്തന്ന് ശിങ്കടി ഏറ്റുപാടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു പുഞ്ചിരി, അത് എനിക്ക് 1-2 തവണ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ അന്ന് എത്രയോ അദ്ദേഹത്തിൻ്റെ താഴെത്തട്ടിലാണ് ഈ കഥകളി സംഗീതത്തിലേക്ക് പ്രവേശിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ സാധിച്ചത്. ഈ വലിയൊരു കലാകാരൻ്റെ, ഈ വലിയ കലാകാരന്മാരുടെ നമ്പീശനാശാൻ, കുറുപ്പാശാൻ, ഹൈദരാശാൻ, എമ്പ്രാന്തിരിയാശാൻ, വെൺമണി ഹരിദാസേട്ടൻ പോലുള്ള മഹത് വ്യക്തികളുടെ കൂടെ അരങ്ങ് പങ്കിടാൻ സാധിക്കുക എന്നുള്ളത് തന്നെ ഒരു കഥകളിപ്പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഗംഗാധരാശാൻ്റെ സംഗീതത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഗംഗാധരാശാൻ ഒരു പുതിയ ഇപ്പം ഇവിടെ 2 ദർബാർ പാടി, 2 ദർബാറും ഇന്നേ വരെ ആരും അങ്ങനെ പാടി പ്രയോഗിച്ച് കേട്ടിട്ടില്ല ഈ സന്ദർഭങ്ങളിൽ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, അപ്പോൾ ദർബാറിലുള്ള പൂമാതിനൊത്ത ചാരുന്നതനോ എന്നുള്ള പദം അദ്ദേഹം വേറെ രാഗം മാറ്റി പാടിയിട്ടുണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ 2 ദർബാർ നമ്മളിവിടെ കേട്ടു. അത് ഞാൻ ഒരിക്കലും മനസ്സിൽ ഞാനത് വിചാരിച്ചിട്ടില്ല. ആ സ്ഥാനത്ത് ദർബാർ കൊടുത്താൽ അതിൻ്റെ ഭാവം എങ്ങനെ ഉണ്ടാവുമെന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം അത് നേരത്തെ സെറ്റ് ചെയ്തിട്ടും ഒന്നല്ല, ചിലപ്പോൾ ആട്ടത്തിൻ്റെ സമയത്ത് മുണ്ടൊക്കെ വളച്ചു കുത്തി അങ്ങനെ കൈ പിന്നാക്കം കെട്ടിയിട്ട് ഇങ്ങനെ മൂളി നടന്ന അടുത്ത രംഗത്തിൽ വരുന്ന പദത്തിൻ്റെ ആ രാഗം മാറ്റാനാണോ അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും വഴിക്ക് കൊണ്ടുപോകാനാണോ എന്ന് അറിയില്ല. അദ്ദേഹം എന്തായാലും മൂളിക്കഴിഞ്ഞത് ആ സമയത്ത് ഉണ്ടാക്കി പാടുന്ന ഒരു അനുഭവമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ മഹാനുഭാവൻ അല്ലെങ്കിൽ ആ കഥകളി സംഗീതം, വലിയൊരു സംഗീതജ്ഞൻ്റെ കൂടെ വേദികൾ പങ്കിടാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാനും കഥകളി സംഗീതത്തിൽ ഒരു പ്രയാണം ചെയ്യാനും ഉള്ള ഭാഗ്യം കിട്ടിയത് സർവേശ്വരനോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ വഴികളെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ യോഗ്യനല്ല. തൽക്കാലം നിർത്തുന്നു. മധു പറഞ്ഞ പോലെ ആശാൻ്റെ ഈ ശ്വാസം, ഈ 56 അക്ഷര കാലത്തിൽ അത് മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ, 56 അക്ഷരം എന്ന് പറഞ്ഞാൽ അടതാളം 4 കള ചൗക്ക്,
അതാണ് അടതാളം 4 കള ചൗകം. അതിലൊരൊറ്റ ശ്വാസത്തിലാണ് ഇങ്ങനെ നിൽക്കും, നമുക്ക് പറ്റില്ല. അത്ര ശ്വാസബലമാണ് ആശാൻ്റെ പാട്ടിൻ്റെ. അതാണ് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട നാവുസര ചക്രവർത്തി തിരുവഴ ജയശങ്കർ അദ്ദേഹം പറയുകയും ചെയ്തു, അതൊരു നാവുസര ബാണിയാണ് എന്നത്. അതിൻ്റെ ഒരു ഘടകം ഇതാണ്, ഈ ശ്വാസത്തിൻ്റെ ബലം. അത് ഏത് രാഗം പാടിയല്ല, ആശാൻ പാടുമ്പം ആ ചില ഊന്നലുണ്ട്. ഈ രാഗം മാറ്റി ഇപ്പം ഈ ആഭേരിയൊക്കെ ശരിക്കും കഥകളി സംഗീതത്തിൽ കൊണ്ടുവന്നത് ഗംഗാനശനാണ്. അത് ഈ മാന്ത്രികേന്ദ്ര എന്നുള്ള ഒരു പദം, മാന്ത്രികേന്ദ്ര മൽപ്രിയ മൽപ്രിയ, ഇങ്ങനൊരു കാന്താവ്രതം നിമിത്തം, ഇങ്ങനെ ആ ഫിനിഷിങ് ഒരു ഊന്നലാണ് ആശാൻ്റെ പാട്ടിൻ്റെ. അസാധ്യ ഭാവം, ഞങ്ങൾ പാടുമ്പോൾ അത് ഉണ്ടാവില്ല, അങ്ങനെ അസാധ്യ ഭാവമാണ്. ബാലേന്ദ്രൻ എന്തോ പറയണോ? ഹലോ 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 ഞാൻ പറയാനുള്ളത്, ആശാനിപ്പം ഈ ശ്വാസത്തിൻ്റെ കാര്യം ഇവർ പറഞ്ഞു. ഒരു കളി തുടങ്ങുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് തൊട്ട് ആശാൻ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ പുറകെ കൂടെ നടക്കും. ഇതിങ്ങനെ രാഗം ഇങ്ങനെ പഠിക്കുകൊണ്ട് ആശാൻ ഇങ്ങനെ നടക്കും. ഇത് ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആശാൻ്റെ ശിഷ്യനായിട്ടായാലും എന്തായാലും ആശാൻ ഒരിക്കലും നന്നായെന്ന് ആശാൻ പറയുകയല്ല, നമ്മളെത്ര നന്നായിട്ട് പാടിയാലും. ഞാൻ ചടയമംഗലത്തൊരിടത്തൊരു അമ്പലത്തിൽ അന്ന് ഗംഗാരനാശാനും ഞാനും മധുവ ഒരു മേളപ്പദം പാടിക്കഴിഞ്ഞേച്ച് ഞാൻ പുറകിലേക്ക് വന്നപ്പോഴത്തേനും ആശാൻ പറയാ, നായെ തെണ്ടി നീ എന്നാടാ പാടിയത് എന്നേ ആശാൻ ചോദിക്കുള്ളൂ. ആശാന് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ആശാൻ വിളിക്കുന്ന പ്രയോഗം ഇതാണ്, നായെ തെണ്ടി നീ എന്താടാ പാടിയത്, ഇങ്ങനെയാണോടാ എന്ന് ചോദിക്കും. എന്നിട്ട് ആശാൻ മാറി എന്ന് പറയും, മറ്റുള്ളവർ ആരെങ്കിലും ചോദിക്കും അവൻ പാടിയത് കേട്ടോ, അവനെ ഞാൻ നല്ല അടി കൊടുത്ത് പഠിപ്പിച്ചതാ എന്ന്. അതാണ് ഒരു ഗുരുനാഥന് എത്ര ഉയരങ്ങളിലെത്തിയാലും അതിലും ഉയരത്തിലെത്തണം എന്നുള്ളൊരു ചിന്തയുള്ളതുകൊണ്ടാണ് ആശാൻ ആ നായെ തിണ്ടിന്ന് വിളിക്കുന്നത്. അത് എത്ര കേട്ടാലും നമുക്ക് എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഈ കോഴ്സ് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് പോകാൻ തുടങ്ങുക. ആ സമയത്ത് ആശ എന്നോട് പറയും, എടാ കുടിക്കാൻ വല്ലതും ഉണ്ടോടാ ചോദിച്ചു. ഒന്ന് ഹോസ്റ്റലൊക്കെ അടച്ചു, ഒന്നുമില്ല. ആശാൻ ഉടനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ തെങ്ങ കയറി കരിക്കിട്ട്, ഞാൻ തന്നെ തെങ്ങ കയറി കരിക്കിട്ട് ഇടിച്ച് പൊതിച്ച് എൻ്റെ മൂട് വെട്ടി ആശാന് കുടിക്കാൻ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പിരിയുന്നത്. പിന്നെ ആശാനെ എൻ്റെ കൂടെ ഒത്തിരി വേദികളിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഞാൻ അടുത്ത ആളിന് സമയം ഇല്ല, ധൃതി വയ്ക്കുന്നു. നമുക്ക് ഇവിടെ ഗംഗാരാശാനെ ഒന്ന് പുനഃസൃഷ്ടിക്കാൻ പറ്റുമോ നോക്കാം. അഞ്ചൽ സഹോദരന്മാരെ അവരുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആശാനോടൊപ്പം ധാരാളം വേദിയിൽ ആശാനോടൊപ്പം പാടിയിട്ടുള്ള മഹാന്മാരായ കലാകാരന്മാരാണ് ഇവിടെ ഈ പുറത്തും വെച്ചാൽ വേദിയിലും ഈ സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്നത്.
ഞങ്ങൾ ആശാനോടൊപ്പം പാടിയിട്ടില്ല. ഞങ്ങൾ അഞ്ചൽ സഹോദരന്മാരെന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. കേട്ടല്ലോ. അപ്പോൾ ആശാൻ്റെ നാട്ടുകാരാണ്, തൊട്ടടുത്തല്ല എന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ ആശാനോടൊപ്പം കൂടെ പാടിയിട്ടില്ല. പക്ഷേ ആശാൻ പാടിയിട്ടുള്ള വേദികളിലെല്ലാം ഞങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഒരു പ്രത്യേകത. ആശാനോടൊപ്പം പാടാൻ ഞങ്ങൾ പാടിയിട്ടില്ല. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. അതെ, ആശാനോട് പാടിയിട്ടില്ല എങ്കിലും സ്റ്റേജിൽ പാടിയിട്ടില്ലെങ്കിലും ആശാൻ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ ഞങ്ങൾ പുറത്ത് നിന്ന് അതുപോലെ ഒരു വരി പോലും വിടാതെ ഞങ്ങൾ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പച്ചയായ യാഥാർത്ഥ്യം അല്ലേ. അപ്പോൾ ആശാൻ ഇവിടെ വന്നപ്പോൾ ഒരു ആശാൻ ഇങ്ങോട്ട് കളിക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു കലയാണ്. അങ്ങോട്ട് കയറി നിന്നിട്ട് അപ്പം ഒരു ഉദാഹരണത്തിന് പാടിപ്പദം ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശബ്ദമൊന്നും കാണത്തില്ല. അപ്പം രണ്ടു വട്ടം ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കിയിട്ട് എന്നിട്ട് ശങ്കരിയുടെ തലയൊന്ന് കുലുകും. അപ്പം അദ്ദേഹം എടുത്ത് പാടി അങ്ങോട്ട് കഴിയുമ്പോഴത്തെ ഒരിക്കലും ഇപ്പം നേരിട്ട് കാണുന്നതൊക്കെ തോന്നുന്നത് ഒരിക്കലേ ഒരു ഉത്തരാസ്വയംവരം പാടിയപ്പം ഇത്ര അങ്ങോട്ട് കഴിഞ്ഞിട്ട് പത്രവല്ലി പ്രധൂല കുജഭര രാജമാദ്വിജാളി. അപ്പം എടുത്ത് ശങ്കടിക്കാരന് അങ്ങോട്ടൊന്ന് എടുത്ത് കൊടുത്തിട്ട് നോക്കി നിൽക്കും. അപ്പം നമുക്കത് കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നായകത്വം അദ്ദേഹത്തിൽ തന്നെ നിക്ഷിപ്തമാണ്. ഞാനാണ് ഇത് ലീഡ് ചെയ്യുന്നത്. അതൊക്കെ എത്ര അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും ആശാനോടൊപ്പം കളിക്ക് പാടിയിട്ടില്ലെങ്കിലും ഇതേപോലെ വന്നിട്ട് ഫ്രണ്ടിലിരുന്ന് ആശാൻ ഏത് വരി പാടുന്നോ അതുപോലെ ഞങ്ങൾ രണ്ടുപേരും പാടാറുണ്ട്. അത് ആശാനും അറിയാം. പിന്നെ അനവധി ഇപ്പം ചില കാര്യങ്ങളുടെ ഒരു പാടുന്ന ഒരു രീതി ഇപ്പം കാമ്പോജി ആണെങ്കിൽ സഭാജന വിലോചനൈ സമനിബീത രൂപ അതാ ഒരു ശ്ലോകം തന്നെ പാടാനുള്ളതാണെന്ന് ആശാൻ്റെ അവതരണത്തിലൂടെ അത് കാണിക്കും. ഒരു യദുകുല കമ്പോജിയിൽ ഒരിക്കലേ അത് നമ്മുടെ വിനോദായിരുന്നു അന്ന് കൂടെ പാടിയത്. ഒരിക്കലേ കടക്കൽ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ബാണയുദ്ധം നിജ അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അതിൻ്റെ പദത്തിലേക്ക് അങ്ങോട്ട് കയറിയപ്പം പന്തണി മുലയാൾ പന്തുവലം കൈ കൊണ്ടടി പന്തണി മുലയാൾ പന്തുവലം കൈ കൊണ്ടടി പന്തണി മുലയാൾ പന്തുവല. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലേ കാണാനാണുള്ളത്. ഈ വിനോദിന്റെ അച്ഛൻ പറയുന്നത് ഈ കൃഷ്ണൻ നായർ ആശാനൊക്കെ ഉള്ള സമയത്ത് ചടയമംഗലത്തിൽ ടിക്കറ്റ് കളി വെച്ചിട്ട് നേരത്തെ മധുവേട്ടൻ പറഞ്ഞ പോലെ ഗംഗാധരനാശാനും പി ജിയും കൂടെ ആയിരുന്നു കളിക്ക് ഒന്നാം ദിവസം. അപ്പം വിനോദിൻ്റെ അച്ഛൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടേ ഞങ്ങൾ കളിയൊന്നും കണ്ടില്ല, പാട്ട് കണ്ടുകൊണ്ടിരുന്നു.
എന്ന് ഒരനുഭവം. ഇതുപോലെ അനവധി ഞങ്ങളും കണ്ടിട്ടുണ്ട്. കളിക്ക് ഇനി ആര് വന്ന് ചെയ്താലും ആ കളി നമുക്ക് നോക്കാതെ തന്നെ ഈ പാടുന്ന ഗംഗാധരനാശാനെ തന്നെ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു അനുഭവം അനവധി തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതുകൊണ്ടൊക്കെ വേണമെങ്കിൽ മാതൃക അപ്പം ഹരിചന്ദ്രത്തിലൊരു ഒരു ഹരിചന്ദ്രത്തിലെ വേഗടയൊക്കെ വേഗട വളരെ ഗംഭീരമായിട്ട് വേഗടാശാന് വളരെ എല്ലാ രാഗങ്ങളും ഒന്നിനൊന്നും മെച്ചമാണെങ്കിലും വേഗടയൊക്കെ വളരെ മെച്ചം. എല്ലാ രാഗങ്ങളും ആശാൻ ഒരുപോലാണ്. അതിനൊന്നും ഏറ്റവും മെച്ചമെന്ന് പറയാൻ പറ്റത്തില്ല. വേഗടയൊക്കെ അങ്ങോട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ അതാണ് സാക്ഷാൽ വേഗടയുടെ രൂപം നമുക്ക് തോന്നും. അത് ഹരിചന്ദ്രത്തിലെ വേഗട. അപ്പോൾ ഹരിചന്ദ്ര മഹീപാല എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ ആ ഹരിചന്ദ്രൻ്റെ അടുത്ത് വിശ്വാമിത്രൻ എന്തുദ്ദേശത്തോടു കൂടിയാണോ വരുന്നത് ആ ഉദ്ദേശം, അതായത് അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം മുഴുവൻ ആ തുടക്കത്തിലെ വരിയിൽ തന്നെ ആശാൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഹരിചന്ദ്ര മഹീപാലക അതുപോലെ തന്നെ ദക്ഷയാഗത്തിൽ ആ ഒരു ശ്ലോകം തദശ്രുത്വ ഇങ്ങനെയുള്ള പ്രയോഗം ശിവനിത നിജസുത. എന്നിട്ട് ആ മൂന്നാമത്തെ വരി ആശാൻ പാടുന്നത് അതാണല്ലോ. സ്വജാമദേ തുചർ മനസ്സിക്കലിതായ അനാദരപരോ. നമുക്ക് അടുത്ത ഘട്ടത്തിൽ വീണ്ടും വരാം. ശ്രുതി എത്ര? ശ്രുതി കേൾക്കുന്നില്ല. ശ്രുതി കേൾക്കുന്നില്ല. നാഥ നായക സൽഗുണ സ്വർഗം മോഹിച്ചു കിഷ്കിന്ധയെ ഉപേക്ഷിച്ചിതോ നായക. ഇത് ആശാൻ കൊണ്ടുവന്നാണ്. നാഥനായക, ഇതാണ് അതിൻ്റെ നടപ്പ് വഴി. ഇത് സിംഹേന്ദ്ര മധ്യമത്തിലേക്ക് ആശാൻ പാടിക്കഴിയുമ്പോൾ ആ സമയത്ത് അതിൻ്റെ രംഗങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. ആ സമയത്ത് ആസ്വാദകർക്കുണ്ടാകുന്ന ഇവരെപ്പോലുള്ള നമ്മളെപ്പോലുള്ളവർ തരിച്ചു നിന്ന് പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ പാട്ട് വഴികളുടെ ഗമകപ്രയോഗങ്ങളെക്കുറിച്ച് ശങ്കരൻകുട്ടിയേട്ടൻ കുറച്ച് സംസാരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എങ്ങനെയാണ് ഒരു രാഗത്തെ അദ്ദേഹം പരിചരിക്കുന്നതെന്ന് കുറച്ച് സമയം അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ ഗംഗാധരനാശാൻ്റെ പാട്ടിനെക്കുറിച്ച് അല്ല പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സാഹസമാണ്. ഈ ഇരയിമ തമ്പി പറഞ്ഞ പോലെ ഗംഗാധരൻ്റെ മഹത്വമറിയാതെ ഗ്രഹണം ചെയ്യുന്നത് അർഹതയല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് ശരിക്കും അത് ഒരു സാഹസം തന്നെയാണ്. ഇപ്പം തോടിയൊക്കെ പാടുവാണെങ്കിൽ എങ്ങനെയാണ് ആ ഗമകം കൊടുക്കുന്നത്?
പാടിയാൽ നമ്മുടെ ശബ്ദമൊന്നും നിൽക്കില്ല. അതുപോലെയാണ് കല്യാണി. ഇങ്ങനെ ഒരു പോക്കാണ്. ഈ തിരുവഴി അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഇതിനകത്ത് ഈ ഷഡ്ജ പഞ്ചമ വർജ്യ പ്രയോഗങ്ങളെല്ലാം വരും. അതാണ് ആശാൻ്റെ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ കഥകളി സംഗീതത്തിൽ ആരും അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് അനുഭവമില്ല. ആശാൻ പറയുന്നത് അത് ചേർത്തല കുട്ടപ്പക്കുറുപ്പാശാനെയാണ് ആശാൻ അതൊരു മാതൃകയാക്കുന്നത്. ശരിക്കും ആശാൻ്റെ പാട്ടിൻ്റെ മാതൃകയെന്ന് പറയുന്നത് ആ മാതൃകയാക്കുന്നത് കുട്ടപ്പക്കുറുപ്പാശാനാണ്. അത് ആശാൻ എപ്പോഴും പറയുകയും ചെയ്യും. ഇപ്പം ഇവിടെ ബാബു പാടിയ സിംഹേന്ദ്ര മധ്യമത് ആശാൻ ഒരു രാഗത്തെ ബേസ് ചെയ്ത അത് സിംഹേന്ദ്ര മധ്യമമാണ് എന്ന് നമ്മൾ, പക്ഷേ ചിലപ്പോൾ അതറിയാണ്ട് ഇതിങ്ങനെ പാടുന്നെങ്കിലും ചിലപ്പോൾ ആശാൻ്റെ ഉള്ളിൽ എന്തോ ഒരു ധാരണപ്പശകാണ് ചിലപ്പോൾ. അതും നമ്മൾ പറയണമല്ലോ. അതറിയാണ്ട് ചിലപ്പോൾ അതിനകത്തൊരു ശുദ്ധമധ്യമം ചിലപ്പോൾ കയറി. അതെവിടെയാണെന്ന് വെച്ചാൽ അത് ആശാൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ നമുക്കത് രസമാണ്. ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ വന്നാൽ പിന്നെ അത് കീരവാണി ശുദ്ധം. ഇത് അറിഞ്ഞുകൊണ്ട് ആശാൻ ചെയ്യുന്നതല്ല, പക്ഷേ ആശാൻ്റെ ഉള്ളിലുള്ള ഒരു ധാരണ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഞാൻ ഇവിടെ ആഭേരിയുടെ പറഞ്ഞു, അതുപോലെ സിന്ധു ഭൈരവിയിലൊക്കെ മിന്നൽ കൊടേയിറങ്ങി മണ്ണിലേ വരികയോ, ഇങ്ങനെയാണ് കൊണ്ട് നിർത്തുന്നതിൻ്റെ ഒരു ഊന്നല. വിധുമണ്ഡലമിറങ്ങി ക്ഷിതിയിലേ പോരേയോ, ഇതാണ് ഒരു വഴി. അത് എന്ത് പാടിയാലും ഉണ്ട്. വാത്സല്യവാരി ഇങ്ങനെ ആകും. അത് കഥാപാത്രത്തിൻ്റെ ഭാവമാണ് ആശാൻ്റെ പാട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനിയും മധുവിൻ്റേതായ ഒരു അനുഭവം കൂടെ കുറച്ചൊക്കെ ഒന്ന് പഴയട്ടെ. വിനോദ് സംസാരിക്കണം. എനിക്ക് ഇത്രയും പറയാൻ അറിയില്ല, പക്ഷെ ചിലതൊക്കെ എനിക്ക് തോന്നിയ ഇപ്പോൾ ഈ സിന്ധുവരിയുടെ കാര്യം തന്നെ ആശാൻ മിന്നൽക്കൊടിയും ഉണ്ണൽക്കൊടി ആയ ഒരു ഒന്നരക്കട്ട ശ്രുതിയിൽ പാടിയ കൂടെ ഉണ്ണിശാസനാണ് പാടിക്കണേ. പഴയ ഒരു റെക്കോർഡ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ മിന്നൽക്കൊടിയായിട്ട് ശരിക്കും അംശം ദൂരെ എവിടെ നിന്നോ പറന്നു വരുന്നതായിട്ടാണ് തോന്നുക. ഇതേ രാഗം തന്നെ ആശാൻ പിന്നെ വളരെ ദേഷിച്ച് പറയുന്ന, അല്ലെങ്കിൽ കിരാതത്തിൽ പിന്നെ കാട്ടാളശ്രീ പറയുന്ന പദം ഇതേ രാഗത്തിൽ തന്നെ പാടാറുണ്ട് ആശാൻ. പൊട്ട ഫൽഗുന കാട്ടാളനല്ലിവൽ മട്ടലർ ബാണദേവനേ ചുട്ടുപൊട്ടിച്ച് അവനെ നീ അമ്പെയ്തു എന്നൊക്കെ കേട്ടാൽ നമുക്ക് കേൾക്കാനേ പറ്റൂ, കൂടെ പാടാൻ പറ്റില്ല. അതങ്ങനെയാണ്. ആ സ്റ്റേജിലേക്ക് ഇതിൽ കൂടുതൽ ഒരു ഗായകൻ ചെയ്യാനില്ല. ആ വേഷക്കാരനൊന്നും ചെയ്യണ്ട. അത് ആ പാട്ടിൻ്റെ കൂടെ നിന്നാൽ മതി. അത്ര അനുഭവമാണ്. ചുട്ടുപൊട്ടിച്ചവനെയ്തു പൊട്ടിച്ചും നഷ്ടമാ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു, അതായത് വാക്കുകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും സംഗീതം അതിലുണ്ടാവും. എന്നാൽ കഥകളിക്ക് വേണ്ടത് സ്റ്റേജിലേക്ക് വേണ്ടതായിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ ആശാൻ്റെ ഒരു ശൈലിയുടെ പ്രത്യേകത. അതിന് ഈ വാത്സല്യവാരിത തന്നെ പലതരത്തിൽ കേട്ടിട്ടുണ്ട്. വാത്സല്യവാരിതേ കന്ന മഹാമ
ഒന്നും പാടില്ല. മഹാമത്തെ എങ്ങനെ പാടും? മഹാം വാത്സല്യ വാരിതേ കന്ന മഹാമത്തെ ഇത്രേ പാടും. അങ്ങനെ കുറേ പ്രത്യേകമുണ്ട്. അതുകൊണ്ട് ഈ അല്ല, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിനോദേ, ആശാന് സംഗതികൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്, വാക്കുകളും. അതാണ് ആശാന്റെ പാട്ടിന്റെ ഒരു പ്രത്യേകത. സംഗതികൾ എന്ന് പറയുന്നതേ ആശാന്റെ പാട്ടിന്. അതെ, അത് തീർച്ചയായിട്ടും. യദുകുല കമ്പോജ് നമ്മൾ യമുന കല്യാണി നമ്മൾ കേട്ടിരുന്ന കൃഷ്ണാന്നി വേഗനയൊക്കെയാണ്. പക്ഷെ ഗംഗാരാശൻ പാടിയൊരു യമുന കല്യാണി ഉണ്ട്, ഞാൻ ജസ്റ്റ് പാടാം. യമുന കല്യാണി ആണോ ഇത്, എങ്ങനെയാണ് ആശാൻ ഇങ്ങനെ പാടുന്നത് അറിയില്ല. നാളിൽ നാളിൽ വരും ആതിമൂലമിതം ആളിമാരോടുമിതനുദീതപൂർവം കാലമേ ചെന്നു നിമരാള പറക അമ്മരാള പറക നരപാലനോടിതല്ല പ്രതിപാലിതവസരം. ഇങ്ങനെ ഒരു യമുന കല്യാണി പാടിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ പാടുന്നതെന്ന് വെച്ചാൽ അറിയില്ല. നമ്മൾ ഒരിക്കലും ഒരു കൂടെ നിൽക്കുന്ന ആൾക്ക് പാടാനേ പറ്റില്ല. കാരണം ഇത് ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ഇത് കഴിയും. ആശാൻ പാടിക്കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, നമ്മളെ നോക്കുകയും ചെയ്യുന്നുണ്ടാവും ദേഷിച്ച്. നമുക്കിത് വല്ലതും പാടാൻ പറ്റുമോ? പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിലാണ് ഇതൊക്കെ പാടുക. സാധാരണ ഈ യദുകുല കാമ്പു അല്ല, ഈ യമുന കല്യാണി നമ്മളൊക്കെ പാടുമ്പം അത് ശ്രുതി സമശ്രുതിയിൽ നിന്ന് മധ്യമശ്രുതിയാകും. ആശാൻ അങ്ങനൊന്നുമില്ല, അത് മധ്യമശ്രുതിയാക്കുകയൊന്നുമില്ല. അങ്ങനൊന്നും ആശാൻ അതൊന്നും വേണ്ട, പക്ഷേ അങ്ങ് പാടുകയാണ്. അത് ഏത് ശ്രുതി വെച്ചാലും ഗംഗാരാശൻ പാടും. ഇപ്പം എനിക്ക് 1.5 കട്ടയേ പറ്റൂ, അങ്ങനൊന്നുമില്ല. 1.5 വെച്ചാലും പാടും, 2.5 വെച്ചാലും പാടും, 3/4 കട്ട വെച്ചാലും പാടും. അത് എല്ലാ സ്ഥായിലും കിട്ടുകയും ചെയ്യും. ശബ്ദം അതിനനുസരിച്ച് ശരിയായിട്ട് വരികയും ചെയ്യും. അങ്ങനെ കയറി വന്ന് ശ്രുതി നോക്കലൊന്നുമില്ല. ശ്രുതി എത്ര വെച്ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടിയില്ല. അത് ഗംഗാരാശനും ഇല്ല, ഹരിദാസനും ഇല്ല, രണ്ടുപേർക്കും ഇല്ല. ശ്രുതിയൊന്നും നോക്കില്ല. പക്ഷെ വരുന്നത് ശ്രുതിയിലായിരിക്കും. പക്ഷെ അത് എല്ലാ സ്ഥായിലും ത്രിസ്ഥായിലും എല്ലായിടത്തും പോവുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി പ്രത്യേകതയുണ്ട് പാട്ടിന്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഗംഗാരാശാൻ്റെ സംഗീതം, കാരണം അവസാന കാലത്തേക്കൊക്കെ ശബ്ദത്തിന് ഇതേ പറഞ്ഞ മാതിരി അദ്ദേഹം ഒന്നും നാളെയും എനിക്ക് പാടണം എന്ന് വിചാരിച്ചു കൊണ്ട് പാടുന്ന ഒരു വ്യക്തിയല്ല. പല സംഗീതജ്ഞരുടെയും ശബ്ദം അവസാന കാലത്ത് അതിൽ കലർപ്പ് വന്നത് അവർ അന്നത്തെ ദിവസം കേമാക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു അവരുടെയൊക്കെ മനസ്സിൽ. ഇന്നുള്ള നമ്മളെപ്പോലുള്ള കഥകളിപ്പാട്ടുകാർക്കൊക്കെ നാളെ അവിടെ കളിയുണ്ട്, ശബ്ദം അടച്ചാൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഒരു നിയന്ത്രിച്ചിട്ടുണ്ട്. ഗംഗാരാശാൻ അതൊന്നും ഉണ്ടായിരുന്നില്ല. ആശാൻ അന്നത്തെ പാട്ട് കേമാവണം എന്നുള്ള വിചാരത്തോടു കൂടിയിട്ടുള്ള ഒരു ധാരണയോട് കൂടിയിട്ടാണ് അത് പാടിയിരുന്നത്. അവസാനം അദ്ദേഹം കോട്ടയക്കൽ ആയുർവേദികശാലയിൽ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്ന് അന്നാണ് ആ ഡോക്യുമെൻ്ററി ഒക്കെ എടുത്തത്, രാമദാസ് ചേട്ടനും വിനോദും ബാബുവൊക്കെ. അപ്പം ഞാൻ ദിവസേന പോയിട്ട് അദ്ദേഹത്തിനോട് വർത്തമാനം പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ എത്രയോ താഴെ ഉള്ള ഒരാളാണ്. എന്നിട്ട് എന്നെ കൊണ്ട് അവിടെ പഠിപ്പിക്കും. അപ്പോൾ നീ പുതിയ രാഗങ്ങളൊക്കെ ചിലത് പാടാറുണ്ടെന്ന് കേൾക്കേണ്ട, അതൊക്കെ ഒന്ന് പാട്. അപ്പോൾ തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ മഹാനായ ബാബുരാജിൻ്റെ ഭാര്യയും മക്കളാണ് കിടന്നിരുന്നത്. അവർക്കൊക്കെ ആശാൻ, ബാബുരാജ് എന്ന് പറഞ്ഞ ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ അല്ലെങ്കിൽ ആ ഒരു ക്രിയയോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരുപാട് പാട്ടുകൾ കോഴിക്കോട് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവരടക്കം ഗംഗാരാശാൻ്റെ പാട്ട് കേൾക്കാൻ ദിവസേന റൂമിൽ വരും. അപ്പോൾ ആദ്യമായിട്ട് വാസുനെടുങ്ങാടി ആശാൻ്റെ, അതായത് എൻ്റെ ഗുരുനാഥൻ്റെ ഒരു അനുസ്മരണ യോഗം പാലക്കാട് നടക്കുന്ന സമയത്ത് ഗംഗാരാശാനായിരുന്നു അന്ന് നെടുങ്ങാടി ആശാനെ കുറിച്ച് പ്രസംഗിച്ചു. അദ്ദേഹം അവിടെ പറഞ്ഞൊരു കാര്യം, നമ്പീശൻ നെടുങ്ങാടി എന്നുള്ള ഒരു ജോഡികൾ ആ സമയത്ത് ധാരാളം കളികൾക്ക് പങ്കെടുത്തിരുന്നു. അപ്പം 3-ാം പാട്ടുകാരനായിട്ട് ഗംഗാധരാശാനായിരുന്നു അവരുടെ കൂടെ കൂടിയത്. അപ്പോൾ ആദ്യത്തെ രംഗം നമ്പീശനാശാനും നെടുങ്ങാടിയാശാനും പാടിക്കഴിഞ്ഞാൽ നമ്പീശാശാന് റെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഗംഗാരാശാനെ പറഞ്ഞേക്കും. അപ്പോൾ ഗംഗാരാശാൻ പറയുക, എൻ്റെ ഗുരുനാഥൻ നമ്പീശനാശാൻ എനിക്കൊരു ഉപദേശം തരും, ഗംഗാധര എൻ്റെ കൂടെ പാടുന്ന പോലെ അയാളുടെ കൂടെ പാടരുത്, അയാൾക്ക് കർണാടക സംഗീതം അറിയുന്ന ആളാണ്,
പല വഴിക്കുമുള്ള സംഗീതം പോവും ഒരേ രാഗത്തിൽ. അത് ശ്രദ്ധിച്ചും കണ്ടു നിന്നും പാടണം കേട്ടോ എന്ന് ഗംഗാധരാശാനോട് നമ്പീശനാശാൻ ഉപദേശിച്ച് പറഞ്ഞ് അയച്ചൊരു. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവരൊക്കെ എന്ത് മഹാന്മാരാണ്. തമ്മിൽ യാതൊരു സ്പർദ്ധയില്ല, വിദ്വേഷമില്ല. അപ്പം തമ്മിൽ നമ്പീശനാശാൻ ശിഷ്യനോട് പറയാണ് നെടുങ്ങാടിയാശാൻ്റെ പാട്ടിനെ കുറിച്ച്. അതേപോലെ തന്നെ നമ്പീശനാശാൻ കോട്ടക്കലായിരുന്ന സമയത്ത് നെടുങ്ങാടിയാശാൻ ഇടയ്ക്ക് വന്നിരുന്ന അവർ തമ്മിലുള്ള സൗഹാർദ്ദങ്ങളൊക്കെ കാണാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിലാണ് വലിയൊരു സന്തോഷം. ആശാൻ്റെ കൂടെ ഒരു കർണശബ്ദം ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ ഞാനാ പാടിയത്. ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യം, അദ്ദേഹം അന്ന് രാഗം മാറ്റിയത് കാലിണ കൈതൊഴുതിയിടുന്നേ എന്നുള്ള ദുശാസനൻ്റെ ഒരു പദം. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ വിചാരിക്കില്ലല്ലോ അവിടെ രാഗം മാറ്റാം, അല്ലെങ്കിൽ വേറെ ഒരുപാട് സ്ഥലങ്ങൾ രാഗം മാറ്റാനുള്ള സന്ദർഭങ്ങളും സ്ഥലങ്ങളുണ്ട്. അദ്ദേഹം അതൊന്നും തിരഞ്ഞിടാണ്ട് അദ്ദേഹം ആ സമയത്ത് അഠാണയിൽ പാടേണ്ട സാധനം ഇതേപോലെ അദ്ദേഹം ഒരു സിംഹേന്ദ്ര മധ്യമ പ്രിയനായിരുന്നു. ഈ കാലിയുടെ കൈതൊഴുതിയിടുന്നൻ എന്നുള്ള പദം അദ്ദേഹം ആ രാഗത്തിലെപ്പെടും. നമുക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത തലത്തിലും അല്ലെങ്കിൽ വിചാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുമാണ് അദ്ദേഹം ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോ സംഗതികൾ പുതിയതായി കഥകളി സംഗീതത്തിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് കലാമണ്ഡലം മോഹനകൃഷ്ണേട്ടന് 2 വാക്ക് പറയണം. ക്ഷണിച്ചോളൂ. വളരെ നന്ദി. 1970-76 കാലത്താണ് ഞാൻ കലാമണ്ഡലത്തിൽ സംഗീത വിദ്യാർത്ഥിയായിട്ട് കഴിഞ്ഞത്. നമ്പീശാശാൻ, പള്ളം മാധവൻ ആശാൻ, രാമുവാര്യർ ആശാൻ, മാടമ്പി ആശാൻ, ഇവരെ ആരെയും പേടിയില്ല ആ സമയത്ത്. ഗംഗാധരാശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് എപ്പോഴും, അത് ഇപ്പോഴും ഉണ്ട്. ആശാൻ എന്ന് പറഞ്ഞാൽ ഒരു പേടി കൊണ്ട് ആശാൻ്റെ സംഗീതമൊന്നും നമ്മുടെ തൊണ്ടയിൽ വരൂല. കലാമണ്ഡലത്തിൽ കളരി പാഠങ്ങളായിട്ട് കോട്ടയം കഥകൾ, ഇരയിമ്മൻ തമ്പിയുടെ കഥകളൊക്കെയാണ് ആദ്യം പഠിപ്പിക്കുക. അപ്പം അത് ഇപ്പം ശങ്കരാഭരണം എന്നുള്ള ആ രാഗം കാലേ എന്ന് കൃത്യമായിട്ട് ആശാൻ പഠിപ്പിച്ചു തരും. എന്നാൽ രംഗത്ത് ആശാൻ പാടുമ്പോൾ പിന്നെ ശങ്കരാഭരണത്തിലൊരു ആറാടലാണ്, നമുക്ക് ആകെ തെരിച്ചു പോവും. ആ സംഗീതം ഒരാൾക്ക് തന്നെ അനുകരിക്കാൻ പറ്റില്ല, വിഷമാണ്. പിന്നെ 1982 ചെർപ്പളശ്ശേരിയിൽ ഒരു കർണശബദം, നമ്മുടെ പി.ഡി. ചേട്ടനാണ് ആശാൻ്റെ കൂടെ പാടുന്നത്. ആശാൻ അതിന് മുമ്പും അതിന് ശേഷവും അതുപോലെ ഒരു കർണശബദം പാടിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കേട്ടവർ പലരും ഉണ്ട്. അന്നത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, അതിനുള്ള സംവിധാനം കുറവായിരുന്നു. ഗംഗാധരനാശാനും പീഡിച്ചേട്ടനും കൂടി ആ പാടിയ കർണശബദം ഇന്നും മനസ്സിലുണ്ട്. അത് പ്രയോഗിച്ച് കാണിച്ചു തരാൻ ഞാൻ അശക്തനാണ്. ഇതുപോലെ സുരുട്ടി രാഗത്തിൽ തന്നെ ആശാൻ്റെ പ്ലാൻസ് പൊരുതിടുന്നതു പാപമേ പൊരുതിടുന്നതു പാപമേ. അത് പി.ഡി.
ചേട്ടൻ അതുപോലെ ആ ആശാൻ്റെ ഒപ്പം ആ കർണശബ്ദം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. പിന്നെ ആശാൻ്റെ ഡോക്യുമെൻ്ററി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്ത് എനിക്ക് വാട്സപ്പിൽ ആശാൻ്റെ ആ മധ്യമാവധി പാടിയ ക്ലിപ്പ് ബാംഗ്ലൂരിൽ നിന്ന്, അയാൾക്ക് മലയാളം അറിയില്ല, എനിക്ക് അയച്ചു തന്നു. മോഹൻ പ്ലീസ് ലിസൺ ദിസ്, വാട്ട് എ മധ്യമാവധി. നമ്മുടെ വിനോദാണ് അത് കൂടെ പാടിയിരിക്കുന്നത്, പീഡിച്ചേട്ടൻ കൂടെയുണ്ട്. ഏതാണ്ട് ആശാൻ്റെ അവസാന കാലത്തുള്ള ഒരു സംഗീതമായിരിക്കും അത്. കാരണം ആശാൻ മധ്യമാവധി പാടിയിട്ടായിരിക്കും കഥകളി രംഗത്ത് നിന്നും വിട പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ആശാൻ ഏതോ ഒരു ബിന്ദുവിൽ നോക്കിക്കൊണ്ട് മധ്യമാവധിയുടെ ഭാവം എന്താണോ അതിൽ വ്യത്യസ്തമായി അത് കേട്ടവർക്ക് കണ്ണ് നനയും. അങ്ങനൊരു മധ്യമാവധിയാണ്. അത് പാടി കളിപ്പിക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. വിനോദിന് ചിലപ്പോൾ പറ്റുമായിരിക്കാം. വിനോദ് വളരെ നന്നായിട്ട് കൂടെ അത് ഫോളോ ചെയ്ത് പാടിയിട്ടുമുണ്ട്. ആ മധ്യമാവധി ആശാൻ അവസാനമായിട്ട് പാടിയത് മനസ്സിൽ നിന്ന് പോവാതെ കിടക്കുന്നു. അതങ്ങനെ കിടക്കട്ടെ. ആശാൻ്റെ കാൽക്കൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ പരിപാടി അവസാനിക്കാറായി. കാരണം ഇത് കഴിഞ്ഞ് സംഗീതാർച്ചന തുടങ്ങേണ്ടതാണ്. മോഹനേഷേട്ടൻ പറഞ്ഞ പോലെ ഗംഗാധരൻ ആശാന് ഈ ഹൈപ്പിച്ചു പാടുന്നതിൽ വലിയ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പം എത്ര മുകളോട്ട് പാടിയാലും ആശാനൊരു തൃപ്തി വരാതെ, ആ ഒരു ആഗ്രഹം ശരിക്കും സാധിച്ചിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് ആശാൻ പോയത്. അതാണ് മധ്യമാവധിയുടെ അതിതാരസ്ഥായി ഷഡ്ജം പാടി ആശാൻ നമ്മളെ വിരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു. അടുത്തത് സംഗീതാർച്ചന തുടങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി.